ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ദേവൂട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. നമ്മളെന്തൊരു ട്രിപ്പ് പോവാണ് വിത്തൗട്ട് ചേട്ടായി ഇല്ല കേട്ടോ. ഞാനും ദേവനും അമ്മയും വിതുക്കുട്ടനും കൂടിയാണ് പോണത്. എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മയും വരുന്നില്ല. അപ്പോൾ ദേവനെ ഞാനൊരു 3 മണിയാണെന്ന് തോന്നുന്നു, 3 മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസമേ പറഞ്ഞാണ് കിടത്തിയത്. അതുകൊണ്ട് ദേവൂട്ടൻ എണീറ്റിട്ട് കണ്ണ് പോലും തുറക്കാണ്ട് അവിടെ ഇവിടെ തപ്പിയിരിക്കും കേട്ടോ. മണി 4:30. ഞാനാണ് 3:30 ആയപ്പോൾ ഏറ്റത്. വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ ചായയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവനെ വിളിച്ചത് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടാക്കി ഇനി ബ്രഷ് എടുത്ത് അവന് കൊടുക്കണം പല്ല് തേക്കാനായിട്ട്. പുള്ളി ടൂറ് പോണതുകൊണ്ട് പെട്ടെന്ന് എണീറ്റു കേട്ടോ. വിളിച്ചപ്പോഴേ ആൾ എണീറ്റു. അപ്പോൾ അത് എൻ്റെ കയ്യിലൊരു വെള്ള പാറ്റ, ഇത് ചെവി പോണ ഒരു സൈസ് പാറ്റയാണ്. അപ്പോൾ അത് എൻ്റെ കൈ വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ചായ വെച്ചിട്ടുണ്ടായിരുന്നു, പല്ല് തേച്ചിട്ടില്ല കേട്ടോ. ചായ കുടിച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അത് പല്ലൊക്കെ തേക്കാനായിട്ട് മുറ്റത്ത് വന്നപ്പോൾ നല്ല ഇരുട്ടാട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഞാൻ രാവിലെ കാണാറുള്ളൂ. ഇപ്പോൾ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ 4 മണി 4:15 ആകുമ്പോൾ അപ്പോൾ പ്രഭാതമൊക്കെ കാണാറുണ്ട്. നേരം വെളുത്ത് വരുന്ന നേരത്തെ ഒന്നും ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. വല്ലപ്പോഴും എന്തേലും ആവശ്യത്തിന് അമ്മയില്ലാത്ത പക്ഷം ചേട്ടായി രാവിലെ പോകുമ്പോൾ ചായ വെക്കാനായിട്ട് അപൂർവം മാത്രമായിട്ടാണ് ഞാൻ അങ്ങനെ ഏൽക്കാറ്. അപ്പോൾ ദേവൂട്ടനൊരു മടി പോലെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് പല്ല് തേക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ചായയും വെള്ളവും അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്, അതൊക്കെ തിളച്ച് വരട്ടെ. വിതുക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. വിതുക്കുട്ടനെ കുളിപ്പിക്കേണ്ടെന്നാണ് വിചാരിച്ചേക്കണമെന്ന് വെച്ചാൽ തുടച്ചെടുത്തുകൊണ്ട് പോകാം. തലേ ദിവസം ഞാൻ മേലൊക്കെ കഴിച്ചിട്ടാണ് കിടത്തിയത്. വിതുക്കുട്ടൻ നല്ല ഉറക്കമാണ്. വിതുക്കുട്ടാ വാ, ടാറ്റ പോകാം വാ. ദേ അപ്പുമ്മമായി കാറും കൊണ്ട് വന്നു വാ. ഇത് ചേട്ടായി എണീറ്റിരിക്കണ വാ വാ വാ. ദേ അപ്പുമ്മമായി കാറും കൊണ്ട് വന്നു വാ. അന്ന് അവൻ മഞ്ഞില്ലടാ. വാ ദേ വാ, നമുക്ക് പോവാം. വാ വാ, ദേ മാമായി കാറും കൊണ്ട് വന്നു വാ. പിന്നെയുള്ള ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അമ്മേനെ പോയി കൊണ്ടുവന്നു കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മളിത് റോട്ടിൽ നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു. നമ്മൾ കൊച്ചുതറയിൽ എന്ന് പറയുന്ന ഒരു ബസ്സിലാട്ടോ പോകുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ ഇവർ മറന്നുപോയി. പിന്നെ റിട്ടേൺ വന്നതാട്ടോ. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കയറിയെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണ്. നേരത്തെ പോയത് കൊണ്ട് തന്നെ ബാക്കിലേക്കുള്ള സീറ്റ് ഫുൾ ഫില്ലായിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ തന്നെയാട്ടോ ഇരുന്നത്. അത് നന്നായി. എന്താണെന്ന് വെച്ചാൽ പിള്ളേരാണെങ്കിലും അലമ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കില്ലല്ലോ. പിന്നെ ഛർദ്ദിക്കുകയോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ബാക്കിൽ ആരൊക്കെ ഛർദ്ദിച്ച് അങ്ങനെയുള്ളൊരു കാര്യം. ചിലർക്ക് ഇങ്ങനെ സ്മെല്ലടിക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. വിതുക്കുട്ടനും ദേവൂട്ടനൊക്കെ ഒരു ചെറിയ ഉറക്കത്തിൻ്റെ ഒരു ചാഞ്ചാട്ടം ഉണ്ട്. പിന്നെ പാട്ടൊക്കെ വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാനായിട്ട് ഒരു പമ്പിൽ നിർത്തിയായിരുന്നു കേട്ടോ. നേരെ വെളുത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ദേവൂട്ടന് ഉറക്കം വന്നിട്ടുണ്ട്. ഞാനും കുറച്ച് വണ്ടി മൂവ് ആയിക്കഴിഞ്ഞ് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഉറങ്ങാം. അധികം ദൂരമില്ലല്ലോ. നമ്മൾ പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ്. നമ്മളങ്ങനെ ടൂറും കാര്യങ്ങളൊന്നും പോകാത്തതുകൊണ്ട് ഇത് ചേട്ടായോട് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം വേണമെന്ന് പറഞ്ഞെങ്കിലും ഷീലാമ്മയും കൂടി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതേ പയ്യെ പോകുന്നു. പെട്രോളൊക്കെ അടിച്ച് നേരം വെളുത്തു തുടങ്ങി. വിതുക്കുട്ടൻ ഫുൾ ആക്റ്റീവാണ്. അമ്മ ഗുരുമന്ദിരത്തിൽ നിന്ന് ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദേവൂട്ടൻ്റെ. അതെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പാട്ടൊക്കെ ഇട്ടതുകൊണ്ട് ഭയങ്കര തുള്ളാട്ടോ ബാക്കിൽ. നമ്മൾ ആ സൈഡിലേക്കൊന്നും പോയില്ല. കാരണം രാവിലെ ഏറ്റത് കൊണ്ടും നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തുള്ളി എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരും ആ സൈഡിലേക്ക് പോകുന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇവന്മാരെ അങ്ങോട്ട് വിട്ടില്ല. കൂടുതലും കുറച്ച് ഏജ്ഡ് ആയുള്ള ആൾക്കാരായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ടൂർ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ടൊക്കെ നിർത്തി. സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ഇപ്പറയുള്ള ഒരു പമ്പിലാണ് നിർത്തിയത്. പിന്നെ ദേവൂട്ടനൊക്കെ അവിടെ കയറി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് കുറേ നേരം ഇരുന്ന് പോകുമ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്ക് തലവേദനയൊക്കെ എടുക്കും. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കയറാമെന്ന് വിചാരിച്ച് വീണ്ടും അവർ ഡാൻസുകളെയും തുള്ളൊക്കെ കേട്ടോ.
നല്ല രസമായിരുന്നു പോക്ക് കേട്ടോ. തിരിച്ച് വന്നപ്പോഴാണ് ഒന്നും കൂടി അടിപൊളിയായത്. അങ്ങോട്ടെല്ലാവരും ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്കങ്ങനെ കയറുമ്പോഴേക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് ആകണ ഒരു ഫീൽ എന്നാന്ന് വെച്ചാൽ കുറച്ചും കൂടി തണുപ്പ് നമ്മളിലേക്ക് വരും. നല്ല രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാണ് ഏറ്റത്. കുറേ നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഞാനും വിധുവും ദേവനും അമ്മയൊക്കെ. വിധുക്കുട്ടന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പനിക്കുമോ എന്നുള്ളത്. ഇപ്പം മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേവൂട്ടന് വലിയ കുഴപ്പമില്ല. വിധുക്കുട്ടനാണ് പനിക്കാതിരിക്കാനുള്ളൊരു മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വലിയ ടെൻഷനില്ല. അപ്പോൾ നമ്മൾ പോവുകയാണ്. പാറയെ കണ്ടപ്പോൾ ദേവൂട്ടന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ദൈവമേ പാറ എന്നൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ ആനയും മാനൊക്കെ ഇറങ്ങണമെന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ നോക്കിയാണ് പോണത്. കാണാൻ പറ്റുമോ ദേവൂട്ടനെ സൈഡിൽ തന്നെ ഇരുത്തിയേക്കുവാണ് മാനയൊക്കെ കാണിക്കാമെന്നും പറഞ്ഞിട്ടോ. കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കടകളും സ്കൂളും ഒക്കെ ആതിരപ്പള്ളി. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഡാമിലേക്കാണ്. അപ്പോൾ അവിടെ അടുക്കാറായി. ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുള്ള വഴി. ഒത്തിരി വീടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കുറേ മാറിയാണ് വീടിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇവിടെ നന്നായിട്ട് അടിച്ചു പൊളിക്കുകയാണ് ആൾക്കാർ കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾ പരസ്പരം അറിയാവുന്നവരൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അടിപൊളിയായിരുന്നു. ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെൺപിള്ളേരും അമ്മമാരും ഒക്കെ ആയിരുന്നു. വേറെ ആരുമില്ലായിരുന്നു. ആണുങ്ങളായിട്ട് ഡ്രൈവർമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ദേവൂട്ടനെ പോലെയുള്ള കുറച്ച് കുഞ്ഞ് പിള്ളേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വളവൊക്കെ വരുമ്പം ദേവൂട്ടൻ പറയും, അയ്യോ അമ്മേ വണ്ടി വളക്കണം. ഞങ്ങൾ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് എല്ലാം നല്ലപോലെ കാണാം. അപ്പോൾ അതുകൊണ്ട് ദേവൂട്ടൻ ഇങ്ങനെ ഡ്രൈവറിൻ്റെ ഇടവഴി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഗിയർ മാറ്റണതും ആക്സിലേറ്റർ കൂട്ടണതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ എന്നാ നമ്മൾ അവിടെ ചെന്നിട്ടാട്ടോ ചായ കുടിക്കണം. ചായയും കാര്യങ്ങളൊന്നും കുടിച്ചില്ല. എല്ലാം ഇവർ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി. കാരണം 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാനുള്ള സമയക്കുറവ്. 2 വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാട്ടോ താമസിക്കണം. ഇപ്പോൾ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി ഡാമിൻ്റെ ആ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യവും എല്ലാം ഉണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ആതിരപ്പള്ളി ഡാം കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ നേരത്തെ ഒരൊറ്റ വണ്ടി ഇവിടെ ഇല്ല കേട്ടോ. ഓരോരുത്തർ ടൂറിസ്റ്റുകൾ വരുന്നേ ഉള്ളൂ. കുഞ്ഞു കടകളും ഓപ്പൺ ആകുന്നേ ഉള്ളൂ സൈഡിലായിട്ട്. കണ്ടോ മഞ്ഞിങ്ങനെ കോട നിൽക്കണം കേട്ടോ. നേരം വെളുത്ത് വരുന്നതനുസരിച്ച് കോട താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഒരു കുഞ്ഞു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. കുഞ്ഞു പട്ടികളുണ്ടായിരുന്നു. നല്ലൊരു ഏരിയ ആയിരുന്നു. നമ്മൾ വണ്ടി കൊണ്ട് ഇട്ടപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് കാണാം. ഞാനിത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ടാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടുക്കും. ഇപ്പം തന്നെ ഈ വീഡിയോ 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നു കേട്ടോ. കൊച്ചുതറയിൽ എന്ന് പറയുന്ന അടിപൊളി വണ്ടിയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാർട്ട് 2 ആയിട്ടാണ് ഇടാമെന്ന് വിചാരിച്ചേക്കണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഈ ചേട്ടനെ അറിയണതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവർ താമസിച്ച് വണ്ടി നിർത്താണ്ട് പോയെന്നൊക്കെ ചോദിക്കും കേട്ടോ. നമ്മൾ വണ്ടി രാവിലെ 5 മണിയാകുമ്പോൾ റെഡിയായിരിക്കാനാണ് പറഞ്ഞത്. 5 മണിയായപ്പോൾ നമ്മൾ ഓൾറെഡി റെഡിയായിരുന്നു. പക്ഷേ അവർ നമ്മളെ വിളിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് ഞാൻ വിളിച്ചപ്പോൾ ഇവർ കുറച്ച് ദൂരം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവർ തിരിച്ചു വരുക കേട്ടോ ചെയ്തത്. അപ്പോൾ രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കാറ്ററിംഗുകാരെ കൊണ്ട്. ഉച്ചത്തെ ഫുഡും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ. അപ്പോൾ വിധുക്കുട്ടൻ ആ നിക്കറ് ഭയങ്കര ലൂസായിട്ട് വിധുക്കുട്ടൻ അതിങ്ങനെ കയറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ വിധുക്കുട്ടൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ദേവൂട്ടൻ കഴിച്ചു. വിധുക്കുട്ടൻ കഴിച്ചില്ല. വിധുക്കുട്ടന് വേണ്ട എന്ന് പറഞ്ഞു. അത് രാവിലെ ആയതുകൊണ്ടായിരിക്കണം. വിധുക്കുട്ടൻ ഭയങ്കര അലമ്പായിരുന്നു. അതുവഴിയൊക്കെ ഓടി നടക്കണം. കുഞ്ഞു പട്ടികളുണ്ട്. ഈ വണ്ടിക്കാർ കൊണ്ട് ഫുഡ് വേസ്റ്റ് ഇടുന്നതുകൊണ്ട് ഇതുങ്ങൾക്കറിയാം വണ്ടി വരുമ്പോഴേ ഫുഡ് കാണുമെന്ന്. അതുകൊണ്ട് ഒത്തിരി പട്ടികൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. ഒന്നും ചെയ്യില്ല. എങ്കിലും നമുക്ക് ഒരു വൃത്തിയില്ലാത്ത മോഡൽ പട്ടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു പേടിയായിരുന്നു. ഇവന്മാർ പിടിക്കുമോ അത് കടിക്കുമോ എന്നൊക്കെ ഓർത്ത് കേട്ടോ.
അപ്പോൾ അതേ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിയും ബാത്റൂമിൽ പോയിട്ട് എല്ലാവരും ഈ സൈഡിൽ തന്നെ ബാത്റൂം സൗകര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡാമിലേക്ക് പോവുകയാണ്. നമുക്ക് സമയമുണ്ട്, ഓരോ സ്ഥലത്തും സമയം തന്നിട്ടുണ്ട്, ഇത്ര മണിക്ക് തിരിച്ചു വരണം, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സമയം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി പയ്യെ ഡാം കാണാനായിട്ട് പോവുകയാണ്. നല്ലൊരു ഏരിയ ആയിരുന്നു. എനിക്ക് കടയുള്ള ഇടമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ, വിതുക്കുട്ടനും ദേവക്കുട്ടനും ഇളകുമോ, അത് മേടിക്കണോ ഇത് മേടിക്കണോ എന്നൊക്കെ പറയുമെന്ന്. ഈ ഒരു സൈഡിൽ നിൽക്കണ മാവാട്ടോ, ആ മാവ് നിറച്ചും കിളികളെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോകണുണ്ടോ, നിറച്ചും കിളികളാണ്. നിറച്ചു എന്ന് പറഞ്ഞാൽ ഇലയിൽ കൂടുതൽ കിളികളാണെന്ന് വേണേൽ പറയാം കേട്ടോ. എല്ലാം ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും സാധാരണ നമ്മുടെയൊക്കെ ഇവിടെ ആ കിളികൾ ഫ്രൂട്ട്സാണ് തിന്നണം, പക്ഷേ അവിടെ ഈ അപ്പത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ തിന്നണം. അത് മാവേലാണ് ഇരിക്കണത്. അപ്പോൾ കുറേ തൊപ്പിക്കട, ഫുഡിൻ്റെ കടയൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. ഈ പൈനാപ്പിളും ഉപ്പിലിട്ടതൊക്കെ നമ്മൾ മേടിച്ചില്ല. നമ്മളിത് നേരെ ഡാം കാണാനായിട്ട് എല്ലാവരും കൂടി നടന്നു. ഞാൻ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ഷേക്കിംഗ് ഉണ്ട് കേട്ടോ. ക്യാമറ കുറച്ചൊക്കെ ഞാൻ സ്പീഡില്ലാണ്ടാണ് ഇട്ടേക്കണം, കാരണം ഈ നടക്കുമ്പോൾ ഷെയ്ക്ക് ആകുമ്പോൾ സ്പീഡിലും കൂടി ഇട്ടാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് അപ്പം നമ്മളിതേ പോവാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രി, ഡാമിൻ്റെ എൻട്രിയാണിത്. അപ്പോൾ ആ എൻട്രി കൂടി നമ്മളിങ്ങനെ കുറച്ച് ദൂരം നടക്കണം. നമ്മുടെ വണ്ടി വലുതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. ട്രാവലറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി ഉള്ളിലേക്ക് പോകും കേട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ ആണെങ്കിലും ഇവിടെയാണ് കൂടുതലും സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും പയ്യെ നടക്കും. നല്ല രസമാട്ടോ കാണാനായിട്ട്. ഇത് പോലീസ് ഹെഡ് പോസ്റ്റാണ്. ഇവിടെയൊക്കെ വനം വകുപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു കടലാസ് പോലും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. എപ്പോഴും അടിച്ചും തൂത്തും വൃത്തിയാക്കിയാട്ടോ നടക്കണം. ഭയങ്കര ഇതാണ്, എന്താണ്, സംരക്ഷണമാണ് കേട്ടോ ഇവിടെയൊക്കെ. ഒന്നും ഇടാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. അതായത് അവർ ഫൈൻ അടിക്കും. അപ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാർ കേട്ടോ. ഒരു ഗ്രീൻ കളർ ഷർട്ടൊക്കെ ഇട്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ആ ഉള്ളിൽ കടയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മേടിക്കാം. പിന്നെ ഓരോ സ്ഥലത്തും വേസ്റ്റ് ബിൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനകത്തേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊരു സൈഡിലും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അവർ കണ്ടില്ലെന്നോർത്ത് കുപ്പിയും കാര്യങ്ങളൊന്നും വലിച്ചെറിയാൻ പറ്റത്തില്ല. പിന്നെ ഇഷ്ടംമാതിരി പൂവും ചെടികളും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയാണ് വെച്ചേക്കണം കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ട്രാവലർക്കൊക്കെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരാം. പിള്ളേരെയും കൊണ്ടാണേലും ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും ട്രാവലറാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ വണ്ടിയൊന്നും വന്ന് ഞാൻ കണ്ടില്ല. എല്ലാം ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുവാണ് വർത്താനമൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കും, കാരണം ഞാൻ ഒത്തിരി സ്പീഡിലല്ല ഇട്ടേക്കണം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഷേക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ലേറ്റ് ആകുന്നതിൻ്റെ മെയിൻ കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. വീഡിയോ കിടപ്പുണ്ട്. ഇത് വനം വകുപ്പിൻ്റെ വണ്ടിയാട്ടോ ഈ കിടക്കണത്. അവർക്ക് അതായത് VIP-കൾക്ക് വരാൻ പറ്റിയ വണ്ടിയാണ് ഈ കിടക്കണത്. ഇതിനകത്തേക്ക് കയറ്റാം, അല്ലാണ്ട് വേറെ വലിയ വണ്ടിയൊന്നും ഇതിനകത്തേക്ക് കയറ്റാൻ പാടില്ല കേട്ടോ. അല്ലാണ്ട് ട്രാവലർ, ജീപ്പ് കാര്യങ്ങളൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓർക്കും ഞാൻ പറഞ്ഞിട്ട് പിന്നെ എന്താ വീഡിയോ വെച്ച് കിടക്കണേന്ന് ഓർക്കും കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. ദേവുട്ടിയൊക്കെ ഈ ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാം, അമ്മ അപ്പറേ പോകാമെന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട വഴി അപ്പറയാണ്. തിരിച്ച് വരുമ്പോൾ ഈ വഴി കൂടിയൊക്കെ വരാം എന്നോർത്തു. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം ഒരു പാർക്ക് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാട്ടോ. ഈ ഗൊറില്ല ഇരിക്കണതിൻ്റെ അകം വഴി വേണം നമ്മൾ പോകാം. അപ്പോൾ ദേവൂട്ടൻ ചോക്കി ഗൊറില്ലയുടെ ബോഡി എന്ത് ചെയ്യാമേ, തല മാത്രമേ ഉള്ളല്ലോ എന്ന് പറയും. ബോഡി എവിടെ പോയി, ഇവർ കളഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ ഡാമിൽ നിന്ന് ഒഴുകണ വെള്ളമാണ് ഈ കനാലിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. നല്ല ഫോഴ്സിലാട്ടോ ആ വെള്ളം പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ കഥയ്ക്കുവാണ് ഗൈസ്, പറഞ്ഞ് നല്ലപോലെ കഥച്ച്. നല്ല രസമാട്ടോ. ഇവിടെയൊക്കെ നിറച്ചും കുരങ്ങന്മാരാണ്, ഫുള്ള് കുരങ്ങന്മാരാണ്. ആൾക്കാരെ കാണുമ്പോഴേ ഇതൊക്കെ മലയുടെ മേളിൽ നിന്ന്, മരത്തിൻ്റെ മേളിൽ നിന്നൊക്കെ താഴത്തോട്ട് ഇറങ്ങി വരുള്ളൂ കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. നമ്മൾ അങ്ങ് പോയപ്പോൾ കുരങ്ങനെ ഒന്നും കണ്ടില്ല, എല്ലാം മരത്തിൻ്റെ മേളിലിരിക്കുവാണ്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ച് നമ്മുടെ കയ്യിൽ കവറുണ്ടെന്ന് കാണുമ്പോൾ ഇതുങ്ങൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങും. ഇപ്പോഴൊന്നും ഇതുങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് ഒന്ന് വിശ്രമിക്കാമെന്നും അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ, ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും
ഇവന്മാർ വരുന്നത്. ഫ്രൂട്ടിയുടെ കവറൊന്നും കണ്ടാൽ വിടത്തില്ല. മിഠായി ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ സേഫായിട്ട് വലിയ ബാഗുമായിട്ടൊന്നും പോകരുത്. കൂടുന്നവർക്ക് കാണാനേ പാടില്ല. കൊണ്ടുപോയാൽ പിന്നെ തീർന്നു. ബാഗൊക്കെ പൈസയൊക്കെ അതിനകത്തുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കുറച്ച് പ്ലേസ് ഉണ്ട്. പക്ഷേ ക്യാമറയൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകാതിരിക്കും, കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഇത് ദേവൂട്ടനൊക്കെ ഓരോ റൈഡൊക്കെ കണ്ട് അവിടെയൊക്കെ കയറി നടക്കും. സ്ലൈഡ് തന്നെ പല തരത്തിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫ്ലവറുള്ള സ്ലൈഡാണെങ്കിൽ അപ്പുറത്ത് ഇതിൻ്റെ വേറെ ഉണ്ട്. പിന്നെ പാമ്പിൻ്റെ ഇത് അവിടെ കണ്ടോ, പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോണതിൽ കൂടെ നമുക്ക് നടക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേർ കയറും. പക്ഷേ ദേവൻ ഇതിൽ മാത്രമേ കയറുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ദേവുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലൈഡ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കയറാനായിട്ട് എന്തോരം പറഞ്ഞിട്ടും വരുന്നില്ല. എടാ വാട നമുക്ക് വേറെ കാഴ്ചയൊക്കെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്താൽ വരില്ല. പിന്നെ ഇങ്ങനെ പിടിച്ച് കയറണമില്ലേ സ്റ്റോണിൽ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട. പിന്നെ ഇങ്ങനെയുള്ള ഈ സൈഡിൽ ഈ കമ്പി കൊണ്ടുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡേഞ്ചറാട്ടോ. കുറച്ച് ഇച്ചിരിയും കൂടി വലിയ പിള്ളേർക്കുള്ളതാണ്. ദേവനാണെങ്കിൽ ആ ഇട്ട ഡ്രസ്സ് ഫുൾ അഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ക്ലീൻ ചെയ്താട്ടോ വിടണം. നല്ല നീറ്റായിട്ടാണ് അവിടെ കിടക്കണത്. അപ്പോൾ ഇതാണ് ഡാമിനകത്ത് വെള്ളമൊക്കെ വറ്റി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വെള്ളം ഉള്ളതിനേലും ഇച്ചിരിയും കൂടി ഭംഗി ഇങ്ങനെ കാണാനായിരിക്കും. വെള്ളം ഉണ്ടായാൽ പ്രത്യേകിച്ച് വലിയ ഭംഗിയൊന്നും കാണത്തില്ലല്ലോ. നമ്മുടെ ഇവിടെ മൂവാറ്റുപുഴ ഒഴുകും പോലെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ഇതായിരുന്നു ഒന്നും കൂടി കുറച്ചും കൂടി ഭംഗി എന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ കുറച്ച് രാവിലെയല്ലേ പോയി. അപ്പോൾ കുഞ്ഞു ചെറിയൊരു കോട പോലെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിൻ്റെ സൈഡ് വഴി ഇവിടെയൊക്കെ ഇങ്ങനെ അവരൊരു കമ്പി കെട്ടിയേക്കുവാണ്. നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. സ്റ്റീലിൻ്റെ കമ്പി ഇട്ടോ, അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ വെള്ളമുള്ളപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കമ്പി അങ്ങനെ കെട്ടിയേക്കണേ. പിന്നെ മനുഷ്യരുടെ സേഫ്റ്റി വരെ നോക്കുമല്ലോ. പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാഗവല്ലിയൊക്കെ ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു സ്ഥലം. ഇത് ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു. കുറേ പേര് ഫോട്ടോ എടുത്ത്, ഞാനും ഒക്കെ എടുത്ത്. അമ്മ ദേവ് വിതുക്കുട്ടനുമായിട്ട് നടക്കുവാണ്. ദേവനാണെങ്കിൽ കുറച്ച് കുഞ്ഞു പിള്ളേരുമായിട്ട് ആ റൈഡിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. റൈഡല്ല, സ്ലൈഡ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ദേവനാണ് അതിൽ നിന്ന് ഇറങ്ങാണ്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. അതിൽ തന്നെ നടക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓടി വന്നു കേട്ടോ. ഇനി നമ്മൾ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. അപ്പോൾ അതിൽ കയറാമെന്ന് പറഞ്ഞ് പോവാണ്. അമ്മയ്ക്കും എനിക്കൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമുക്ക് ഈ കയറുമ്പോൾ ഒരു ചെറിയ ആട്ടം ഉണ്ടല്ലോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അടുത്തുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ഹായിയൊക്കെ പറയണം. ഒരു തലയ്ക്ക് നമുക്ക് കയറുമ്പോൾ ഒരു തല കറക്കം പോലെയൊക്കെ തോന്നുന്നത് ആടുമ്പോൾ കേട്ടോ. പക്ഷെ വലിയ ആട്ടയില്ലായിരുന്നു ഈ പാലത്തിന്. നമ്മുടെ ഇവിടെയുള്ളൊരു പാലത്തിന് ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഇത്രയും പേര് കയറിയിട്ടാണെങ്കിലും കേട്ടോ. ഇതിനകത്ത് ചില ചേച്ചിമാർക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു ഇതിനകത്ത് കയറാനായിട്ട്. നമുക്ക് പൊട്ടുവോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ നടുക്കുള്ളൊരു വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ വിതുക്കുട്ടനാണെങ്കിൽ എടുക്കണ്ട, നടന്നോളാന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. അവൻ്റെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നല്ലൊരു ഇളം വെയിലൊക്കെ ഉണ്ടായിരുന്നു. കാടും മലയും. വെള്ളം വന്നാൽ നമുക്ക് ഇച്ചിരിയും കൂടി പേടിയാവും കേട്ടോ. വെള്ളമാണെങ്കിൽ പൊട്ടുമ്പോൾ വെള്ളത്തിൽ കിടക്കുമല്ലോ, ആ ഒരു പേടി. ഇതിപ്പോൾ അത്രയ്ക്ക് പേടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമൊക്കെ വരുന്നേ ഉള്ളൂ കാണാനായിട്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആ എൻട്രിയുടെ അവിടെ നിന്ന് ഒരു കുഞ്ഞ് കനാലില്ലേ, അതിലേക്ക് ഒഴുകണ വെള്ളം കേട്ടോ. ഇത് കണ്ടോ, ഈ കനാലാണ് ആ പാർക്കിൻ്റെ അകം വഴി പോകുന്നത്. സൗണ്ട് ചെയ്യുമ്പോൾ രണ്ട് സൗണ്ട് പോലെ ഡബ് ചെയ്യുമ്പോൾ തോന്നും കേട്ടോ. അത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കണത് 2 ദിവസം കഴിഞ്ഞാണ് ഡബ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു ചെറിയ ജലദോഷവും കാര്യമൊക്കെ വന്നതുകൊണ്ട് സൗണ്ടിന് ഒരു ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കരെ പോകാനായിട്ട്, അപ്പുറത്തേക്ക് പോകാനായിട്ട് പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. നമുക്ക് സമയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രൈവർമാർ. ആ സമയത്തിനുള്ളിൽ നമ്മൾ വന്ന അപ്പുറത്തേക്ക്. അപ്പോൾ എല്ലാവരും ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പിള്ളേർ. എനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ ആ പുറകെ വരുന്ന കൊച്ചാണ്. പേരെന്താണോ മറന്നുപോയി. ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചി പ്രത്യേകം എന്നെ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് വന്നില്ലേ, അപ്പോൾ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാട്ടോ. അപ്പോൾ അവൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. പുള്ളിക്കാരൻ നന്നായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതെന്ന് ഞാൻ പറയുമ്പോഴേ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു. അപ്പോൾ നമുക്ക് മുന്നേ കുറച്ച് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ചില്ല് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു അവിടെ. ഇവർക്കുമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ.
പേടി സ്വാഭാവികമാണ്. അതിൽ കയറുമ്പോൾ ഒരു ചെറിയ ആട്ടമുള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും പാർക്കിലേക്ക് പോകുന്നു. കുറച്ചും കൂടി സമയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഇരുന്ന് പിന്നെ ചായയൊക്കെ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കായിരുന്നു. അവിടെ കടയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ദേവൻ കയറണുണ്ട്, അപ്പോൾ വിധുക്കുട്ടനും കയറണം എന്ന് പറഞ്ഞ് കുറച്ച് നേരം അവർ രണ്ടുപേരെയും കയറ്റി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ട് ഇടാമെന്നാട്ടോ നമ്മുടെ ഈ വീഡിയോ. നമുക്ക് വീഡിയോ ലേറ്റ് ആണതിൻ്റെ മെയിൻ കാരണം എനിക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ പറ്റാവുന്ന പോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എനിക്ക് പറ്റാവുന്ന പോലെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇവന്മാർ ഇവിടെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാർട്ട് 2 ആയിട്ട് ഉടനെ വരുന്നതാണ്. ഒത്തിരി ഇടുമ്പോൾ ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും. ഇപ്പം തന്നെ ഒരു 20-21 മിനിറ്റ് ഉണ്ട്, ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ പാർട്ട് 2 ആയിട്ട് കാണുന്നവരെ ഗൈസ് ടാറ്റ ബൈ, സീ യു.